ഡേറ്റ ചോർച്ച വിവാദത്തിൽ സർക്കാരിനെതിരായ ഹൈക്കോടതി വിമർശനം ആയുധമാക്കാൻ പ്രതിപക്ഷം. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്ക് അന്വേഷിക്കണമെന്നാണ് ആവശ്യം. PSC പ്രായപരിധി വർധന ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്നാണ് പ്രതിപക്ഷ വിമർശനം. അതേസമയം മുഖ്യമന്ത്രി മോഹൻലാൽ അഭിമുഖത്തിന്റെ ടീസറിന് വൻ സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത്. TV പ്രസാദ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് പ്രസാദ്. ആദ്യം ടീസറിന്റെ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് അപ്ലോഡ് ചെയ്തതാണ്. വലിയ രീതിയിൽ തന്നെ സ്വീകാര്യത കിട്ടിക്കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയാവുകയും ചെയ്തു. എന്തായാലും അതൊരു PR വർക്കല്ലെന്ന് P. രാജുവിന്റെ പ്രതികരണം അതിനുശേഷം അതിന് തൊട്ടു പിന്നാലെ തന്നെ വരികയും നമ്മൾ കണ്ടതാണ്. എന്തായാലും അതിന് പിന്നാലെ ഈ ഡാറ്റ ചോർച്ച വിവാദം അത് വലിയ രീതിയിൽ കത്തിക്കുക എന്നുള്ളതാണ്. കാരണം ഹൈക്കോടതിയുടെ വിമർശനം കൂടി ആയുധമാക്കി ഒരു പ്രചാരണ ആയുധമാക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ നീക്കമല്ലേ? ശ്രുതി, കീർത്തന, ഗുഡ് മോർണിംഗ്. ഉറപ്പായും അത് തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പാണ് മുന്നിലിരിക്കുന്നത്. ഇനിയും എന്തെല്ലാം കാണാനിരിക്കുന്നു എന്നതാണ് എല്ലാവരും ചോദിക്കുന്നത്. ഏറ്റവും ഒടുവിലായിട്ടാണ് പിണറായി വിജയനും മോഹൻലാലും തമ്മിലുള്ള ഇന്റർവ്യൂവിന്റെ ടീസർ പുറത്തേക്കിറങ്ങിയത്. അതോടുകൂടി പ്രതിപക്ഷം ഉറപ്പിക്കുകയാണ് ഇത് PR വർക്കാണ് എന്ന്. എന്നാൽ PR വർക്കല്ല എന്ന് മന്ത്രി P. രാജീവ് പറയുകയാണ്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പെങ്ങുമില്ലാത്ത വിധം വലിയ പോരാട്ടമാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ നടത്തുന്നത് എന്നുള്ളതാണ്. അതിനിടയിലാണ് സർക്കാരിനും മുഖ്യമന്ത്രിക്കും വലിയ തിരിച്ചടിയായി ഡാറ്റ ചോർത്തൽ വിവാദം ഉണ്ടായത്. DA കുടിശ്ശികയുടെ ഉത്തരവിറങ്ങിയതിന് പിന്നാലെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും മുഖ്യമന്ത്രിയുടെ പടം വെച്ചുള്ള പ്രൊഫൈൽ ഫോട്ടോയോടുകൂടിയ വെരിഫൈഡ് ആയ വാട്സപ്പ് അക്കൗണ്ടിൽ നിന്നാണ് എല്ലാവർക്കും സന്ദേശം പോയിരിക്കുന്നത്. ആ അക്കൗണ്ട് IT മിഷൻ വഴിയാണ് തയ്യാറാക്കിയതെന്നും ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഡാറ്റ സ്പാർക്ക് എന്ന സോഫ്റ്റ്വെയർ വഴി ചോർത്തിയെന്നുമാണ് പ്രധാന ആരോപണം. കോടതി ഇടപെട്ടു. ഒരു കാരണവശാലും ഇനി സന്ദേശം അയക്കാൻ പാടില്ല എന്ന നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. അത് സ്വീകരിക്കുകയും ചെയ്തു. സർക്കാർ ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളിയാഴ്ച അതിൽ തീരുമാനം വരും. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്രമാത്രം ചൂടുള്ളതാണ്, എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്നതിന്റെ ചർച്ചയിലേക്കാണ് കാര്യങ്ങൾ ആകെ നീങ്ങുന്നത്. പ്രതിപക്ഷവും ഭരണപക്ഷവും ഓരോ വിഷയത്തിലും നേർക്കുനേർ കൊമ്പ് കോർക്കുകയാണ്. ഏറ്റവും അവസാനം ടീസർ വരുന്നു, അതിനു മുമ്പ് ഡാറ്റ ചോർത്തൽ വരുന്നു. ഇനി എന്തൊക്കെയാണ് കാണാനുള്ളത് എന്നതാണ് ശ്രുതി, കീർത്തന. തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെ കൊഴുക്കുകയാണ്. അതിന്റെ പ്രചാരണത്തിൽ എന്തൊക്കെ വിഷയങ്ങൾ ആയുധമാക്കും എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.